ഗൈസ്, എല്ലാവരും ഫ്ലിപ്കാർട്ടിന്റെ ബിഗ് ബില്യൺ ഡേ സെയിലിന് വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ശരിയാണ്, എല്ലാവരും എന്തൊക്കെ നല്ല നല്ല ഡീലുകളാണ് എന്നുള്ള വീഡിയോസാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എങ്ങനെ എൻ്റെ ഫ്ലിപ്കാർട്ട് അക്കൗണ്ട് ഇതേപോലെ ഒരു ബിഗ് ബില്യൺ ഡേക്ക് ഞാൻ ഒരു സാധനം മേടിച്ചപ്പോൾ ബാൻ ആയത് എന്നുള്ളതാണ്. ആൻഡ് അങ്ങനെ നിങ്ങളുടെ അക്കൗണ്ട് ബാൻ ആവാതിരിക്കാനായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നുമാണ്. സോ ബേസിക്കലി ഇതാ ഈ സാധനം കണ്ടോ, ഇത് ആപ്പിൾ വാച്ച് സീരീസ് 3. ഇതാണ് എൻ്റെ ഫ്ലിപ്കാർട്ട് അക്കൗണ്ട് ബാൻ ആക്കിയത്. ഞാൻ കാണിച്ചത് എൻ്റെ ഫ്ലിപ്കാർട്ടിൽ ഞാൻ മൈ ഓർഡേഴ്സിൽ പോയി കഴിഞ്ഞാൽ ഏറ്റവും ലാസ്റ്റായിട്ട് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു സാധനം ഓർഡർ ചെയ്തത് എന്താണെന്നറിയാമോ? ലാസ്റ്റായിട്ട് ഞാൻ ഓർഡർ ചെയ്തത് 17 ഒക്ടോബർ 2020. യെസ്, 4 കൊല്ലം മുന്നേ ഉള്ള ഫ്ലിപ്കാർട്ടിൻ്റെ ബിഗ് ബില്യൺ ഡേക്ക് ഈ സാധനമാണ് ഞാൻ അവസാനമായിട്ട് മേടിച്ചത്. അതിനുശേഷം നിങ്ങൾക്ക് കാണാം, സാധനങ്ങളൊക്കെ ഒരുപാട് ഞാൻ മേടിച്ചിട്ടുണ്ടെങ്കിലും അതെല്ലാം വേറെ ആൾക്കാരുടെ അക്കൗണ്ടിൽ നിന്ന് മേടിച്ചിട്ട് ഈ നമ്പർ കൊടുത്തപ്പോൾ ഇതിൽ ഷെയർഡായിട്ട് വന്നിരിക്കുവാണ്. ആൻഡ് ഇന്നേ വരെ എനിക്ക് ഒരു പ്രൊഡക്റ്റ് പോലും അതിനുശേഷം ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങാനായിട്ട് പറ്റിയിട്ടില്ല. സോ ബേസിക്കലി എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞുതരാം. നമ്മൾ ചാനൽ തുടങ്ങിയത് 2019-ലാണ്. പക്ഷേ ഏകദേശം വീഡിയോസ് എല്ലാം അത്യാവശ്യം നമ്മൾ ഇട്ട് വന്നത് 2020-ലായിരുന്നു. അങ്ങനെ നമ്മൾ വീഡിയോസ് ഇട്ടിട്ട് ഏകദേശം ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ ആ ഒരു സമയത്താണ് നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആവുകയും ആദ്യമായിട്ട് ചാനലിൽ നിന്ന് ഒരു വരുമാനം കിട്ടുകയും ചെയ്തത്. ആൻഡ് ആ സമയത്ത് ഞാൻ ഫുൾ ടൈം യൂട്യൂബർ ആയിരുന്നില്ല. ഇപ്പോഴും ഞാൻ ഫുൾ ടൈം യൂട്യൂബർ അല്ല. എനിക്കൊരു ജോബുണ്ട്. യൂട്യൂബ് ഒരു ഹോബിയാണ്, അന്നും ഹോബിയായിരുന്നു. പക്ഷേ എനിക്കൊരു ആപ്പിൾ പ്രൊഡക്റ്റ് മേടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ആൻഡ് ആ സമയത്ത് ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് ഈ ഒരു ഫിറ്റ്നസ്, ഹോം വർക്കൗട്ട് ഇതിൻ്റെയൊക്കെ ഒരു ക്രേസ് ഉണ്ടായതുകൊണ്ട് നമ്മൾക്ക് വർക്കൗട്ടുകളെല്ലാം ട്രാക്ക് ചെയ്യാനായിട്ടൊരു സ്മാർട്ട് വാച്ച് വേണം. എൻ്റെ അടുത്ത് ആ സമയത്ത് MI ബാൻഡാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ കാണിച്ചത് MI ബാൻഡും ഞാൻ ഫ്ലിപ്കാർട്ടിൽ കൂടെ തന്നെയാണ് ഓർഡർ ചെയ്തത്. കാരണം ജനുവരി 29, 2020 ഞാൻ MI ബാൻഡ് ഓർഡർ ചെയ്ത് MI ബാൻഡ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ആഗ്രഹമാണ് ഒരു ആപ്പിൾ പ്രൊഡക്റ്റ് മേടിക്കണമെന്ന്. അന്ന് ഫ്ലിപ്കാർട്ടിൽ ഏറ്റവും കൂടുതൽ ഓഫർ ഉണ്ടായത് ഈ സാധനത്തിനായിരുന്നു. അതായത് സീരീസ് 3, ആപ്പിൾ വാച്ച് സീരീസ് 3ക്ക് 24,000 രൂപയുടെ വാച്ച് നിങ്ങൾക്ക് 16,999 രൂപയ്ക്ക് കിട്ടും കാർഡ് ഡിസ്കൗണ്ടിൽ. ആൻഡ് ആ ഒരു കാർഡ് ഡിസ്കൗണ്ട് കിട്ടണമെങ്കിൽ അന്ന് ആക്സിസ് ബാങ്കിൻ്റെ കാർഡാണ് വേണ്ടിയിരുന്നത്, ആക്സിസ് ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ്. ആൻഡ് എൻ്റെ കയ്യിൽ ആക്സിസ് ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് ഉണ്ടായി. സോ ഞാൻ എന്ത് ചെയ്തു, ഈ സെയിലിന് മുന്നേ തന്നെ എൻ്റെ കാർഡൊക്കെ ഞാൻ അതിനകത്ത് സേവ് ചെയ്ത് വെച്ചു. ആൻഡ് പ്രൊഡക്റ്റ് ഞാൻ വിഷ് ലിസ്റ്റിൽ ആഡ് ചെയ്ത് വെച്ചു. സോ ദാറ്റ് സെയിൽ വരുമ്പോൾ, ആ പ്രൈസ് ഡ്രോപ്പ് വരുന്ന സമയത്ത് ഇൻസ്റ്റൻ്റ്ലി എനിക്ക് ആ ഒരു ഓർഡർ പ്ലേസ് ചെയ്യാൻ പറ്റുന്ന രീതിക്ക്. അങ്ങനെ ഞാൻ കാത്തിരുന്ന് ഫ്ലിപ്കാർട്ട് തലേ ദിവസം പ്ലസ് മെമ്പേഴ്സിന് സെയിൽ സ്റ്റാർട്ടാവും. അങ്ങനെ സെയിൽ സ്റ്റാർട്ടായി ഞാൻ നോക്കിയപ്പോൾ നോട്ടിഫൈ മീ എന്നാണ്, അല്ലെങ്കിൽ കമ്മിങ് സൂണിലാണ് കിടക്കുന്നത്, ഓപ്പൺ ആയിട്ടില്ല. ആൻഡ് ഞാൻ വെയിറ്റ് ചെയ്തു, നെക്സ്റ്റ് ഡേയും വെയിറ്റ് ചെയ്തു. ആൻഡ് പെട്ടെന്ന് എനിക്ക് തോന്നുന്നു ഉച്ചയ്ക്ക് ഏകദേശം എത്ര മണിക്കാണെന്ന് അറിയാവോ? ഏകദേശം 12 മണിക്കാണ് ഇതിൻ്റെ ആ ഒരു ഡീല് ഓപ്പൺ ആയത്. അങ്ങനെ കൃത്യം 12 മണിക്ക് ഈ സെയിൽ ആക്റ്റീവ് ആയപ്പോൾ, ആ പ്രൈസ് ഡ്രോപ്പ് ചെയ്തപ്പോൾ അപ്പോൾ തന്നെ കാർട്ടിൽ ആഡ് ചെയ്തു. ആക്സിസ് ബാങ്കിൻ്റെ കാർഡ് അപ്ലൈ ചെയ്തു, കാർഡ് ഓഫർ കിട്ടി. നെക്സ്റ്റ് അടിച്ചു, പേ നൗവിലേക്ക് ക്ലിക്ക് ചെയ്തു. പേ നൗവിലേക്ക് ക്ലിക്ക് ചെയ്തപ്പോൾ നെക്സ്റ്റ് പേജിലേക്ക് പോകുന്നില്ല, എന്തോ എറർ എന്ന് പറഞ്ഞ് കാണിച്ചു. അപ്പോൾ എനിക്ക് ടെൻഷനായി. കാരണം അയ്യോ, ഈ പ്രൈസ് സാധനം എനിക്ക് കിട്ടുമോ? ഞാൻ പിന്നെയും ബാക്ക് അടിച്ചു, പിന്നെയും പോയി നോക്കിയപ്പോൾ ആ പ്രൈസ് അവിടെ തന്നെ ഉണ്ട്. ആൻഡ് ആ ഒരു ഓർഡർ പ്ലേസ് ആയിട്ടില്ല, ഓർഡർ പെൻഡിങ്ങോ ഓർഡറേ വന്നിട്ടില്ല. ഞാൻ വീണ്ടും ഓർഡർ ക്ലിക്ക് ചെയ്തു, വീണ്ടും പ്ലേസ് ചെയ്തപ്പോൾ നെക്സ്റ്റ് സ്ക്രീനിൽ നമ്മൾ കാർഡ് അപ്ലൈ ചെയ്യുമല്ലോ, കാർഡ് അപ്ലൈ ചെയ്തിട്ട് പേ നൗ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ബട്ടൺ ക്ലിക്ക് ആവുന്നുണ്ട്. ആരാണ് വെച്ചെടുത്ത്? ബട്ടൺ ക്ലിക്ക് ആവുന്നുണ്ട്, ബട്ട് നെക്സ്റ്റ് പേജിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഞാൻ പിന്നെയും ബട്ടൺ ക്ലിക്ക് ചെയ്തു, നെക്സ്റ്റ് പോകുന്നില്ല. ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഒരു ലോഡിങ്ങിൻ്റെ ഐക്കൺ വരും, ബട്ട് നെക്സ്റ്റ് പോകുന്നില്ല. വീണ്ടും ക്ലിക്ക് ചെയ്തു, വരുന്നില്ല. വീണ്ടും ക്ലിക്ക് ചെയ്തു, വരുന്നില്ല. അങ്ങനെ ഒരു 10-15 പ്രാവശ്യം ഞാൻ ക്ലിക്ക് ചെയ്തിട്ടും വരുന്നില്ല. പിന്നെ ഞാൻ ക്ലോസ് ചെയ്തു, ഓപ്പൺ ചെയ്തു, പിന്നെ ആപ്പ് ഓപ്പൺ ചെയ്ത് 2-3 പ്രാവശ്യം ചെയ്തപ്പോൾ ഭാഗ്യത്തിന് OTPൻ്റെ പേജ് വന്നു. ആ സമയത്ത് OTP വന്നു, അടിച്ചു, ഓർഡർ പ്ലേസ് ആയി. ബട്ട് കുറേ നേരമായിട്ട് ഞാൻ ശ്രമിക്കുമായിരുന്നില്ല. 12 മണിക്ക് ഡീൽ ഓപ്പൺ ആയിട്ട് ഞാൻ ഓർഡർ ചെയ്തത് 1:30-ക്കാണ്. സോ ആ ഒരു ടൈം കൊണ്ട് 16,900 എന്നുള്ളത് 17,900, 18,900 ആയിരുന്നു. 1000 ബാങ്ക് ഓഫർ കഴിഞ്ഞിട്ട് 17,900 മാറി. ഞാൻ വിചാരിച്ചാൽ പോട്ടെ, ഒരു 1000 രൂപയുടെ കുറവല്ലേ, എന്നാൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഞാൻ വിട്ടു. അപ്പോൾ ആ സമയത്ത് ആ സെയിലിൽ ഞാൻ അത് മാത്രമേ ഓർഡർ ആക്കിയുള്ളൂ. അതിനുശേഷം ഞാൻ പിന്നീട് ഒരു സാധനം ഓർഡർ ആക്കാനായിട്ട് നോക്കുമ്പോൾ നമ്മുടെ പേയ്മെൻറ്റ് പേജ് വരെ എത്തും. പേയ്മെൻറ്റ് പേജിൽ നമ്മൾ നെക്സ്റ്റ് കൊടുക്കുമ്പോൾ സംതിങ് വെൻറ്റ് റോങ്. എത്ര വട്ടം ഞാൻ ഓർഡർ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാലും സംതിങ് വെൻറ്റ് റോങ്. ഞാനിപ്പോൾ ഫ്ലിപ്കാർട്ട് ആപ്പിൽ കൂടെ നോക്കിയാലും ഫ്ലിപ്കാർട്ട് സൈറ്റിൽ കൂടെ നോക്കിയാലും എൻ്റെ ഫോൺ നമ്പറും എൻ്റെ ഇമെയിൽ ഐഡിയും വെച്ച് ഓർഡർ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാലും പറ്റില്ല. സോ ബേസിക്കലി എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ, ഈ വാച്ച് ഞാൻ ഓർഡർ ചെയ്യാൻ വേണ്ടി ആ ഒരു കാർഡ് ഓഫർ അപ്ലൈ ചെയ്ത് പേ നൗ കൊടുത്തല്ലോ. ആ പേ നൗ മൾട്ടിപ്പിൾ ടൈംസ് ഞാൻ ക്ലിക്ക് ചെയ്തപ്പോൾ അവരുടെ ബാക്ക് എൻഡിൽ ഫ്ലിപ്കാർട്ടിൻ്റെ സൈഡിൽ നോക്കുമ്പോൾ എന്താ, മേ ബി ഒരു റോബോട്ടായിരിക്കാം ഇത് പർച്ചേസ് ചെയ്യാനായിട്ട് നോക്കുന്നത്. ഏറ്റവും കുറഞ്ഞ പ്രൈസിൽ മൾട്ടിപ്പിൾ അല്ലെങ്കിൽ ബൾക്ക് ഓർഡർ കിട്ടാൻ വേണ്ടി ചട്ടപ്പട എന്നിങ്ങനെ പേനവ് അടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് എന്ന് വിചാരിച്ച് എൻ്റെ ഒരു റോബോട്ട് അക്കൗണ്ടാണ് എന്ന് പറഞ്ഞ് എൻ്റെ അക്കൗണ്ടിനെ ഷാഡോ ബാൻ ചെയ്തു. സോ ഷാഡോ ബാൻ ചെയ്തത് കൊണ്ട് തന്നെ എനിക്ക് അതിനകത്തുള്ള പ്രൊഡക്റ്റുകളും കാര്യങ്ങളൊക്കെ നോക്കാം, ആഡ് ടു കാർട്ട് കൊടുക്കാം, എല്ലാം ചെയ്യാം. ബട്ട് പേയ്മെൻറ്റ് പേജ് വരെ എത്തുള്ളൂ. പേയ്മെൻറ്റിന് ശേഷം പേയ്മെൻറ്റ് അവർ ബ്ലോക്കാക്കി. യെസ്, ഷാഡോ ബാൻ ആക്കി. സോ ഏത് പേയ്മെൻറ്റ് മെത്തേഡ് യൂസ് ചെയ്താലും, ഈവൻ ക്യാഷ് ഓൺ ഡെലിവറി ആണെങ്കിൽ പോലും എനിക്ക് ഓർഡർ പ്രൊസീഡ് ചെയ്യാനായിട്ട് പറ്റാത്ത രീതിക്ക്
സ്ഥിതിക്ക് എൻ്റെ അക്കൗണ്ട് ബ്ലോക്കാക്കി കളഞ്ഞു. അതിലും കോമഡി എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ബ്ലോക്കായി പേയ്മെൻറ്റ് പ്രൊസീഡ് ആവുന്നില്ല എന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞപ്പോൾ ഫ്ലിപ്കാർട്ട് കസ്റ്റമർ കെയറിനെ വിളിച്ചു. കുറേ പ്രാവശ്യം കംപ്ലയിൻറ്റ് ചെയ്തുവെങ്കിലും കസ്റ്റമർ കെയർ നോക്കിയിട്ട് ഞങ്ങളുടെ ഭാഗത്ത് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് ശ്രമിച്ചു നോക്കൂ എന്നേ പറയുന്നുള്ളൂ. മേ ബി ഫ്ലിപ്കാർട്ട് വിചാരിക്കുന്നത് ഇത് ഷാഡോ ബാൻ അക്കൗണ്ടാണ്, അത് പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് പറയാതിരിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് അറിയാത്തതുമായിരിക്കും. ബട്ട് ടിൽ ഡേറ്റ് 4 കൊല്ലമായി ഇപ്പോഴും എനിക്ക് ഒന്നും ഓർഡർ ചെയ്യാൻ പറ്റില്ല. അതേ കണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ റിയൽമി ഫോണിൻ്റെ റിവ്യൂ ചെയ്തിട്ടുണ്ട്, അത് ഓർഡർ ചെയ്തത് CMFൻ്റെ ഫോണ്, ചാർജർ, ബട്ട് പോക്കോ, അങ്ങനെ കുറേ സാധനം. ഇതെല്ലാം ഞാൻ ഇതിൽ നിന്ന് ഓർഡർ ചെയ്തതല്ല, ഞാനിത് വേറെ അക്കൗണ്ടിൽ നിന്ന് ഓർഡർ ചെയ്ത് എൻ്റെ നമ്പർ കൊടുത്ത് ഷെയർ ചെയ്യിപ്പിക്കുന്നത് മാത്രമേ നടക്കുന്നുള്ളൂ. സോ ഈ സെയിൽ ടൈമിൽ നിങ്ങൾ ചാടി കയറി പ്രൈസ് പിന്നീട് കൂടിയാലോ എന്ന് പറഞ്ഞുള്ള ഫോമോ അല്ലെങ്കിൽ ഫിയർ ഓഫ് മിസ്സിങ് ഔട്ടിൽ ചടപടേന്ന് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് സാധനം ഓർഡർ ആക്കാൻ പറ്റാതെ, പിന്നീട് ഒരിക്കലും നിങ്ങൾക്ക് ഓർഡർ ആക്കാൻ പറ്റാത്ത രീതിക്ക് നിങ്ങളുടെ അക്കൗണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ കാർഡോ ഒന്നും ബാൻ ആക്കി അല്ലെങ്കിൽ ബ്ലോക്ക് ആക്കി കളയരുത്. 1-2 പ്രാവശ്യം നോക്കുക. ഇഷ്ടംപോലെ ആൾക്കാർ ഷോപ്പ് ചെയ്യുന്നുണ്ട്, പല ബാക്ക് എൻഡ് ഗ്ലിച്ചുകളും വരാം. സോ ഒരു പ്രാവശ്യം ഓർഡർ പ്ലേസ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ അക്കൗണ്ടിൽ നിന്ന് അല്ലെങ്കിൽ വേറെ ആളുടെ അക്കൗണ്ടിൽ നിന്നൊക്കെ ശ്രമിച്ച് നോക്കുക. സ്വന്തം അക്കൗണ്ടിൽ തന്നെ മൾട്ടിപ്പിൾ ടൈംസ് ഓർഡർ പ്ലേസ് ചെയ്യാനായിട്ട് നോക്കരുത്, ബാൻ ആവും. അനുഭവം കൊണ്ട് പറയുകയാണ്. അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം. ബൈ.